ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കർണൻ്റെ 5 പോസിറ്റീവുകളും നെഗറ്റീവുകളെ കുറിച്ചാണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് എല്ലാവർക്കും അറിയുന്നതാണ്. അർജുനനേക്കാൾ ശക്തനായിരുന്നു കർണൻ. അത് മഹാഭാരതത്തിന്റെ അവസാനം ചതിച്ച് കർണനെ കൊല്ലുന്നത് വഴി നമുക്ക് മനസ്സിലാകുന്ന കാര്യവുമാണ്. പലയിടത്തും പല കഥയിലും മഹാഭാരതത്തിൽ അർജുനനെ അതിനുമേൽ എടുത്തു കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കർണന്റെ കഴിവുകൾക്ക് മുമ്പിൽ അതെല്ലാം നിഷ്പ്രഭമായി അവസാനം മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ പോസിറ്റീവ്, കർണന്റെ കയ്യിൽ മിക്ക അസ്ത്രങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ ചിലതൊക്കെ ആവശ്യത്തിന് ഉപകരിക്കാത്ത രീതിയിലുള്ള അസ്ത്രങ്ങളായിരുന്നു. ബ്രഹ്മാസ്ത്രമൊക്കെ പരശുരാമന്റെ കയ്യിൽ നിന്ന് പണി കിട്ടി, ആവശ്യ സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അതും മറ്റൊരു രീതിയിൽ കർണന്റെ ഒരു കവചം തന്നെയായിരുന്നു. അത് ഞാൻ നെഗറ്റീവ് പറയുന്ന സമയത്ത് പറഞ്ഞു തരാം. ഇനി മൂന്നാമത്തെ പോയിന്റ്, കർണന് ഏകപത്നിയായിരുന്നു എന്നതാണ്. വൃഷിണി എന്നായിരുന്നു കർണന്റെ ഭാര്യയുടെ പേര്. മഹാഭാരതം നോക്കിക്കഴിഞ്ഞാൽ മിക്കവരും നല്ല രീതിയിൽ കല്യാണം കഴിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 15 തൊട്ട് 20 വരെയെങ്കിലും കുറഞ്ഞത് മിക്കവരും അതിൽ കല്യാണം കഴിക്കുന്ന രാജകുമാരന്മാർ കല്യാണം കഴിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല കർണൻ. കർണൻ ഒരു ഏകപത്നി വ്രതക്കാരനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നാലാമത്തെ പോസിറ്റീവ് നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ് ദാനധർമ്മങ്ങളാണ്. കാരണം സ്വന്തം മരണത്തിന് വരെ കാരണമാകാമെന്നുള്ള കവചകുണ്ടലങ്ങൾ പോലും ദാനധർമ്മം നടത്തിയ ഒരാളായിരുന്നു കർണൻ. അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു പോസിറ്റീവും കർണൻ്റേത് ഇത് തന്നെയായിരുന്നു. അഞ്ചാമത്തെ പോസിറ്റീവ്, രക്തബന്ധങ്ങളെക്കാൾ ഫ്രണ്ട്ഷിപ്പിന് വില കൊടുത്ത ആദ്യത്തെ ഒരാൾ കൂടിയായിരുന്നു കർണൻ. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മഹാഭാരതത്തിൽ രക്തബന്ധം പോലും നോക്കാതെ ചെയ്തിട്ടുള്ള ഏക വ്യക്തിയും കർണൻ തന്നെയാണ്. ഇനി നമുക്ക് 5 നെഗറ്റീവുകളിലേക്ക് കിടക്കാം. കർണന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ചതിയായിരുന്നു പരശുരാമനെ ചതിച്ചത്. അതാണ് ഫസ്റ്റത്തെ നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നത്. കാരണം പരശുരാമൻ ആദ്യമേ പറഞ്ഞതാണ്, ഞാൻ ബ്രാഹ്മണരെ അല്ലാതെ മറ്റാരെയും പഠിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ കള്ളം പറഞ്ഞാണ് പരശുരാമന്റെ അടുത്ത് പഠിക്കാനായി കർണൻ കയറുന്നത്. അവസാനം അതുകൊണ്ട് തന്നെ ബ്രഹ്മാസ്ത്രം മഹാഭാരത യുദ്ധത്തിന്റെ അവസാനം ഉപയോഗിക്കാൻ കർണന് കഴിയുന്നില്ല. ഇതൊരു ഫസ്റ്റ് നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ നെഗറ്റീവിലേക്ക് കിടക്കാം. രണ്ടാമത്തെ നെഗറ്റീവ്, പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് കർണൻ അവിടെ സ്റ്റേജിൽ ഉണ്ടായിരുന്നപ്പോഴും കർണൻ ഒരു വാക്ക് അത് ചെയ്യരുത് എന്ന് കർണൻ പറഞ്ഞിരുന്നില്ല. കർണൻ പറഞ്ഞിരുന്നെങ്കിൽ ദുര്യോധനൻ അത് കേൾക്കുമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷെ അത് കർണൻ ചെയ്യുന്നില്ല. അതാണ് കർണന്റെ രണ്ടാമത്തെ നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നത്. മൂന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത്, കർണൻ അച്ഛൻ്റെ വാക്ക് കേൾക്കുന്നില്ല. അച്ഛൻ്റെ വാക്ക് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത്രയും ചെയ്ത് കർണനെ പ്രസവ ഉടനെ തന്നെ നദിയിൽ ഒഴുകിക്കളയുന്ന കുന്തി ദേവിയെ സഹായിക്കാൻ വരെ കർണൻ തയ്യാറായിട്ടും ജനിച്ച നാൾ മുതൽ മകനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി കവചകുണ്ടലങ്ങളും മറ്റ് ആയുധങ്ങളും ഇന്ദ്രൻ തലേന്ന് വരുന്ന കാര്യം വരെ സ്വപ്നത്തിൽ വരെ വന്ന് പറഞ്ഞു വരെ കൊടുത്തിട്ട് പോലും കർണൻ സൂര്യദേവന്റെ വാക്ക് കേൾക്കാൻ കർണൻ തയ്യാറായിരുന്നില്ല. ദാനധർമ്മങ്ങൾക്ക് യോഗ്യനല്ല ഇന്ദ്രൻ, കപടവേഷം ധരിച്ചാണ് വരുന്നതെന്ന് കൂടി സൂര്യദേവൻ പറഞ്ഞിരുന്നു. എന്നിട്ട് പോലും അച്ഛൻ്റെ വാക്ക് കേൾക്കാൻ കർണൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അതേസമയം അമ്മയുടെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മക്കളാണ് 5 പേരും. അതിൽ ഒരാൾ മൂത്ത സന്തതിയാണ് കർണൻ എന്ന കാര്യം കുന്തി ദേവി യുദ്ധസമയത്ത് കർണനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ കർണൻ അമ്മയെ എന്നിട്ടും സഹായിച്ച് ദുര്യോധനനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുനിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ കാരണം നിങ്ങളുടെ മക്കളാരും മരിക്കില്ല എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും കർണൻ ഒരിക്കലും ഇവരാരെയും കൊല്ലാൻ തയ്യാറാകുകയില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇത്രയും സഹായിച്ച തൻ്റെ കൂട്ടുകാരനെ അവിടെ വെച്ച് ഒരു
ദ്രോഹം തന്നെയായിരുന്നു കർണൻ അതിൽ ചെയ്തിരുന്നത്. അത് ഞാൻ മറ്റ് പോയിന്റുകൾ പറയുന്നതിനിടയ്ക്ക് ബാക്കി പറയാം. നാലാമത്തത് ദുര്യോധനെ ചതിച്ചതാണ്. കാരണം കുന്തിദേവിക്ക് വേണ്ടിയായിരുന്നു ദുര്യോധനെ കർണൻ ചതിക്കുന്നത്. തൻ്റെ 5 സഹോദരങ്ങളെയും ഒരിക്കലും ഞാൻ കാരണം അവർക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് വാക്ക് കൊടുക്കുകയും ഇത് ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ദിവ്യായുധം ഘടോൽക്കച്ചിനുമേൽ പ്രയോഗിക്കുകയും എല്ലാം ചെയ്ത് കർണൻ യഥാർത്ഥത്തിൽ തോൽപ്പിച്ചു കളഞ്ഞത് ദുര്യോധനയായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വന്തം സഹോദരന്മാരെല്ലാവരും മരിച്ചിട്ട് പോലും കരയാതിരുന്ന ദുര്യോധനൻ കർണൻ മരിക്കുമ്പോഴായിരുന്നു കരഞ്ഞിരുന്നത്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ദുര്യോധനെ ചതിക്കുകയായിരുന്നു കർണൻ എന്ന് നമുക്ക് നാലാമത്തെ നെഗറ്റീവായിട്ട് പറയാം. ഇനി 5ാമത്തെ നെഗറ്റീവ് എന്ന് വെച്ചു കഴിഞ്ഞാൽ മഹാഭാരത യുദ്ധം തന്നെ കർണൻ വിചാരിച്ചത് നടക്കില്ലായിരുന്നു. കാരണം കുന്തിദേവി ആദ്യമേ വന്ന് പറയുന്നുണ്ട്, എൻ്റെ മൂത്ത സന്തതിയാണ് നീ എന്ന്. ഈ കാര്യം ഒരിക്കലും കർണൻ വെളിയിൽ പറയാൻ സമ്മതിച്ചിരുന്നില്ല. കാരണം ഞാൻ ചക്രവർത്തിയായ എന്നെ ഇത്രയും സഹായിച്ച ദുര്യോധനൻ ചക്രവർത്തി ആകില്ല എന്ന് കരുതിയിട്ടാണ് കർണൻ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞത്. അല്ലായിരുന്നു എങ്കിൽ കുന്തിദേവിയുടെ മകനാണ് കർണനാണ് ഈ രാജ്യത്തിന്റെ അവകാശമെന്ന് ദുര്യോധനൻ അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദുര്യോധനൻ കർണന് വേണ്ടി ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം അത്രമാത്രം ദുര്യോധനൻ കർണനെയും കർണൻ ദുര്യോധനെയും സ്നേഹിച്ചിരുന്നു. അത് വലിയൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതൊക്കെയാണ് എനിക്ക് കർണനെ കുറിച്ച് പറയാനുള്ള 5 പോസിറ്റീവുകളും നെഗറ്റീവുകളും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.